Hi guys, I'm Jahana Jabbar and welcome to Jahana Jabbar Farasha Vlogs. So guys, എൻ്റെ വ്ലോഗ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ പേര് ജഹാന ജബ്ബാർ. ഞാൻ ഒരു LLB സ്റ്റുഡൻ്റ് ആണ്. വീട് എറണാകുളത്താണ്. സോ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന വീഡിയോ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പം നമ്മുടെ ഇന്നത്തെ വ്ലോഗ് എന്താണെന്ന് വെച്ചാൽ ബാബിയുടെ 9th month സെറമണിയാണ്. നമ്മുടെ ഇവിടെ എറണാകുളം സൈഡിൽ പ്രഗ്നൻ്റ് ആയി കഴിയുമ്പോൾ 7th month ആകുമ്പോൾ സെക്കൻഡ് വീട്ടിൽ നിന്ന് പെണ്ണിൻ്റെ വീട്ടിലോട്ട് കൊണ്ടുപോകും. അതിൻ്റെ വ്ളോഗ് ഞാൻ എൻ്റെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം എൻ്റെ ചാനലിൽ കയറി വളക്കാപ്പിൻ്റെ വ്ളോഗ് കാണാം. അത് കഴിഞ്ഞ് 7th month ആയിട്ട് അങ്ങോട്ട് കൊണ്ടുപോയി കഴിഞ്ഞിട്ട് അവിടെ വെച്ച് 9th month ഒരു സെറമണി ഉണ്ട്. നമ്മുടെ ഒരു ജനറേഷനിലുള്ളവർ സ്ലാങ്ങിൽ പറഞ്ഞാൽ 9th month സെറമണി എന്ന് പറയും. പക്ക ഒരു പണ്ടത്തെ സ്ലാങ്ങിൽ പറഞ്ഞാൽ പള്ള കാണൽ എന്നാണ് അതിനെ പറയണത്. സോ അപ്പം ഞാൻ ബാബിയുടെ 9th month സെറമണിക്ക് പോകാൻ വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇങ്ങനെ ഇത്ര ഷോ കാണിച്ച് ഇത്ര റെഡി ആയിട്ടുണ്ടെങ്കിലും ഞാൻ പോയപ്പോൾ മുഖമെല്ലാം കഴുകി ഒന്നും ഇടാതെയാണ് പോയത്. എനിക്കെങ്ങനെയാണെന്ന് വെച്ചാൽ റെഡി ആയിക്കുകയും ഫുൾ കഴിഞ്ഞ് കഴിയുമ്പോൾ എനിക്ക് എന്നെ തന്നെ ഇഷ്ടാവില്ല. എനിക്ക് ഇങ്ങനെ റെഡി ആയത് ഇഷ്ടമായില്ല ഗൈസ്. എന്തൊക്കെയോ ഒരു പ്രശ്നമുള്ളല്ലോ തോന്നി. അതുകൊണ്ട് ഞാൻ ഇത് കണ്ണിൻ്റെ ഇപ്പുറത്തൊക്കെ എന്താണ് അയക്കണം ഇപ്പോഴാണ് കാണുന്നത്. അത് കഴിഞ്ഞ് ഞാൻ ഫുൾ ഫേസ് സോപ്പിട്ട് കഴുകി എല്ലാം കഴിഞ്ഞിട്ടാണ് പോയത്. ഇതും വെറും പ്രഹസനം മാത്രമായിരുന്നു ഗൈസ്. എനിക്ക് വലുതായിട്ടൊന്നും ഈ പരിപാടിനെ പറ്റി അറിയില്ലെങ്കിലും എനിക്കറിയാവുന്ന ഇതൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഗൈസ്. ഈ കൊച്ചി എറണാകുളം സൈഡിലോട്ടൊക്കെ വന്ന 9ാം മാസത്തിൽ നമ്മൾ ഈ പരിപാടിക്ക് പോകുമ്പോൾ 9 കൂട്ടം പലഹാരം വാങ്ങിച്ചിട്ട് പോകണം എന്നൊക്കെയാണ് ഉമ്മി പറഞ്ഞത്. ഇവിടുത്തെ പൊതുവേ നമ്മുടെ ഇവിടെയുള്ള ചടങ്ങ്. എന്നിട്ട് പണ്ടൊക്കെ എങ്ങനെയായിരുന്നു വെച്ചാൽ ഈ പെങ്ങന്മാർ ചെക്കൻ്റെ പെങ്ങന്മാർ പെണ്ണിൻ്റെ വയറ് കാണും. അതിന് പറയുന്നതാണ് പള്ള കാണാൻ പോകലെന്ന്. അത് ശരിക്കും കാണുന്നത് പെങ്ങന്മാരാണെന്നാണ് എന്നോട് ഉമ്മി പപ്പായൊക്കെ പറഞ്ഞത്. സോ നമ്മുടെ ഈ വീട്ടിൽ നമ്മുടെ ഈ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ ഭയങ്കര കുഞ്ഞ് ഫംഗ്ഷനായിട്ട് നമ്മൾ നടത്തിയത്. നമ്മളെ വീട്ടിലുള്ളവരും ബാബിയുടെ വീട്ടിലുള്ളവർ മാത്രമായിട്ടുള്ളൊരു ഫംഗ്ഷനായിട്ടാണ് നടത്തിയത്. അപ്പോൾ ഗൈസ് നിങ്ങൾ ബാക്കി വിഷ്വൽസൊക്കെ കണ്ടിട്ട് വാ. സോ ഗൈസ് നമ്മളിപ്പോൾ സ്നാക്സൊക്കെ വാങ്ങാൻ വേണ്ടി ഇവിടെ ഇടച്ചിറയിൽ വന്നിരിക്കുകയാണ്. എനിക്ക് ഇറങ്ങി പോകാനുള്ള മടി കൊണ്ട് ഞാൻ പോയില്ല. കേക്ക് നമ്മൾ പിക്ക് ചെയ്ത് കേക്ക് വാങ്ങിച്ചത് എൻ്റെ വെരി ഫേവറേറ്റ് ബേക്കറിൻ്റെ കയ്യിൽ നിന്നാണ്. എൻ്റെ ഫ്രണ്ടിൻ്റെ ഉമ്മയാണ്. എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു ആൻറ്റിയാണ്. സോ ഗൈസ് നമ്മളിപ്പോൾ കേക്കൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ബാബിക്ക് കേക്കുള്ള കേസൊന്നും അറിയില്ല, സർപ്രൈസ് ആയിരിക്കും. ആൻറ്റി കേക്ക് നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ വീഡിയോസൊക്കെ ആഡ് ചെയ്യാം, ഫോട്ടോസൊക്കെ ആഡ് ചെയ്യാം. സോ നമ്മളെ വീടിൻ്റെ അടുത്തുള്ളവരാണെങ്കിൽ ഞാൻ എന്തായാലും ആൻറ്റീൻ്റെ കേക്ക് സജസ്റ്റ് ചെയ്യും. എൻ്റെ ഫ്രണ്ട്സിനും എൻ്റെ ഫാമിലിയിലുള്ളവർക്കും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ളൊരു കേക്കാണ് ആൻറ്റിയുടെ കേക്ക്. ഞാൻ പൊതുവേ ഇങ്ങനെ മധുരമുള്ള ഐറ്റംസ് ഒട്ടും കഴിക്കാത്ത ആളാണ്. പക്ഷേ എനിക്ക് ആൻറ്റിയുടെ കേക്ക് എന്ന് പറഞ്ഞാൽ എനിക്കൊരു ക്രേസാണ്. എനിക്ക് അത്രക്കും ഇഷ്ടമാണ് ഗൈസ്. അത്രക്കും ടേസ്റ്റിയാണ്. നമ്മൾ നാക്കിൽ വെച്ചാൽ അലിഞ്ഞു പോകണമെന്നൊക്കെ പറയൂലേ, അതേപോലെയാണ് ആൻറ്റിയുടെ കേക്ക്. കുളിക്കാതെ നിൽക്കണേ ഗൈസ്. അസില് കുളിച്ചിട്ടില്ല ഗൈസ്. ഉള്ളത് ഏറ്റവും പൊട്ട ഡ്രസ് ഇട്ടോട് നിൽക്കാള്. ആരും വന്നിട്ടാ ആരാ നിങ്ങളോ അത്രല്ലേ ഉള്ളൂ. ഉള്ളതിൽ ഏറ്റവും പൊട്ടുടുപ്പ് ലൈറ്റ് ഡ്രസ് ഇട്ടോട് നിൽക്കാള്. ഉടുപ്പ് പിടിക്കാൻ വേണ്ടി ഇളയതാക്കിയതാ. ഇപ്പൊ മേടിക്കണ്ട. ഇപ്പൊ മേടിച്ചൊക്കെ ഈ പൊട്ട് ചിക്കൻ പൊരിക്കാൻ അറിയാവുള്ള വില വീടുകളൊക്കെയുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഇത്താത്തായും വന്ന് അങ്ങനെ എല്ലാവരും വന്ന്. എനിക്കൊരു ഇത്താത്ത ഉണ്ട് ഗൈസ്. ആരും വിശ്വസിക്കുള്ളൊരു ഇത്താത്ത ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇനി ആരും എന്നോട് ചോദിക്കുന്നത് എൻ്റെ വീട്ടിൽ ആരൊക്കെ ഉള്ളതെന്ന്. എനിക്കൊരു ബാബിയുണ്ട്, ഒരു ഇത്താത്തുണ്ട്, ഒരു കാക്കുണ്ട്, പിന്നെ ഉമ്മി പപ്പുണ്ട്. ഞങ്ങൾ ഇത്ര പേരാണ് വീട്ടിലുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ സ്നാക്സൊക്കെ വാങ്ങിച്ചുകൊണ്ട് കൊണ്ടുവന്ന്. കേക്ക് വാങ്ങിച്ച് കേസ് ബാബിക്ക് അറിയില്ലായിരുന്നു. ബാബിക്ക് സർപ്രൈസ് ആയിരുന്നു. അവിടെ ചെന്നപ്പോഴാണ് ബാബി കേക്ക് വാങ്ങിച്ചത്. ബാബി എന്നോട് ഞങ്ങൾ ഒന്നിനെ പറ്റി പറഞ്ഞില്ലായിരുന്നു. ബാബി വിചാരിച്ച ഞങ്ങൾ വന്ന് ചെറിയ കുഞ്ഞു പരിപാടി വെച്ച് റെഡിയായൊന്നുമില്ല. അതിന് ബാബിയുടെ മിക്ക ഡ്രസ്സാണെങ്കിൽ ഇവിടെയുമായിരുന്നു. അതുകൊണ്ട് ബാബി ഉള്ള ഡ്രസ്സ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഗൈസ്. ഞാൻ ഒന്നും സർപ്രൈസ് ആക്കിയ കേസ് നേരത്തെ പറയാത്തതുകൊണ്ട് ബാബിക്ക് നല്ല ഉടുപ്പെടുത്ത് വയ്ക്കാൻ പറ്റിയില്ല ഗൈസ്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച്. ബാബിയുടെ വാപ്പി ഒരു അടിപൊളി കുക്കാണ്. അവിടുത്തെ മിക്ക ഫംഗ്ഷനും ബാബിയുടെ വാപ്പിയാണ് ഫുഡ് ഉണ്ടാക്കണേ. നല്ല ടേസ്റ്റാണ് ബാബിയുടെ വാപ്പീൻ്റെ ഫുഡിനൊക്കെ. മട്ടൻ ബിരിയാണിയും ചിക്കൻ റോസ്റ്റും പിന്നെ ചമ്മന്തിയും അച്ചാറും പപ്പടവും പിന്നെ കച്ചമ്പറും ഇതൊക്കെയായിരുന്നു ഗൈസ് ഫുഡ്. എനിക്ക് എന്നെ അറിയാവുന്ന എല്ലാവർക്കും അറിയാം പപ്പടം ഇല്ലാതെ എനിക്ക്
ബിരിയാണി കഴിക്കാൻ പറ്റില്ല. എനിക്ക് അങ്ങനെ ഒരു പ്രശ്നം. ഞാൻ അതുകൊണ്ട് കല്യാണത്തിനൊക്കെ പോയാലും അങ്ങനെ ഭയങ്കരമായിട്ട് ഫുഡൊന്നും കഴിക്കില്ല. ഇച്ചിരി ചോറും ഇച്ചിരി കറിയൊക്കെ എടുക്കുള്ളൂ. ഗൈസ് ഡാഡി ഇരുന്ന് ഉറങ്ങണം. ഡാഡിയുടെ ഉച്ചയുറക്കത്തിൻ്റെ സമയമായി. ഉച്ചക്ക് പരിപാടിക്ക് വേണ്ടി ഡാഡിക്ക് ഉറങ്ങാൻ പറ്റിയില്ല. പറച്ചിലൊക്കെ എല്ലാവർക്കും അറിയാം ഗൈസ് ആരാ തിന്നേന്ന്. ഫുള്ള് തീർത്ത് ഞാൻ പറഞ്ഞേ ഇച്ചിരി എനിക്ക് ബാക്കി ഫുള്ളും തീർത്ത് ഗൈസ്, ഫുള്ളും തീർത്ത്. ഒരു കടയിൽ കോഴിക്കോട് വേണമെന്നും പറഞ്ഞിട്ട് ആ പുള്ളി കൊണ്ടുവന്നതാണ് എനിക്ക് വേണ്ടി പ്രത്യേകം അസില് കുളിക്കാറില്ല. അപ്പൊ ഇന്ന് ഞാൻ പരിപാടി ഇട്ടിട്ട് ആ സീനാക്കി കുളിച്ചില്ല എന്ന് പറഞ്ഞ് അതുകൊണ്ട് കുളിക്കാൻ പോണെന്നാണ്. അല്ലെങ്കിൽ ഇപ്പൊ കുളിക്കൂലായിരുന്നോ ഗേസ്. ഇതൊക്കെ തുറന്നിട്ട് ഉടുപ്പോരെ ആൾക്കാരാണ്. കുറച്ച് ദിവസം ആവേണ്ടാവാറ്. എല്ലാവർക്കും ചോദിക്കാൻ ആകെ ഒരു ചോദ്യമുള്ളൂ, ബാബിക്കും ആവേണ്ടായോ? ഒരു ശ്രദ്ധ പഠിക്കണം. അവളൊരു ബാബി ലുക്കാണ്, ബാബി ഈസ് ബ്യൂട്ടിഫുൾ. ഹായ് ശ്രദ്ധ വണ്ടിയിലിരിക്കുന്നത്. ഹായ് ശ്രദ്ധ എന്ന് പറഞ്ഞ വ്ളോഗ്, എല്ലാ വ്ളോഗ് കാണാറുണ്ട്. പിന്നെ പെഗട കുരിപ്പ് എന്റെ ബ്രഷൊക്കെ നശിപ്പിക്കുന്ന സാധനം. കുഞ്ഞി അറിഞ്ഞ കുഞ്ഞു കരഞ്ഞത്, കുഞ്ഞു സീനാർന്നൊരു മുട്ട കരച്ചിലാർന്ന്. ഞാനുണ്ടായില്ല, അല്ലെങ്കിൽ ഞാൻ വീഡിയോ എടുത്ത് അത് കഴിഞ്ഞ് ഞാനും ബാബിയും റെഡിയായിട്ട് മെലിന്ന് താഴത്തോട്ടൊക്കെ വന്ന് ഇത് കേക്ക്, ഇതാണ് ഗൈസ് കേക്ക്. എന്താ ഒരു വെറൈറ്റി എന്ന് വെച്ചാൽ ഞാൻ ഇതുവരെ ആൻറ്റീൻ്റെ അടുത്ത് കേക്ക് പറഞ്ഞേക്കുന്നതിൽ ഒരു പ്രാവശ്യം പോലും ആ കളർ വേണം, ഈ ഡിസൈൻ വേണം, അങ്ങനെ ഒന്നും പറയേണ്ടി വന്നിട്ടില്ല. പക്ഷേ ഇതുവരെ ആൻറ്റി ചെയ്തേക്കുന്നത് എനിക്ക് ഒരു ഇച്ചിരി പോലും മിസ്റ്റേക്കായിട്ട് ഫീൽ ചെയ്തിട്ടില്ല. അത്രയ്ക്ക് അടിപൊളിയായിട്ട് നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് തരും ഗൈസ്. ഇത് ഞാൻ പറഞ്ഞു പോലുമില്ല. ആൻറ്റി എന്നോട് എന്താ എഴുതേണ്ടതെന്ന് വെച്ചപ്പോൾ ഞാൻ മോം ടു ബീന്ന് എഴുതാൻ പറഞ്ഞു. പിറ്റേ ദിവസം ആൻറ്റി കേക്കും അങ്ങനെ ചെയ്ത് പാൻറ്റ് പറഞ്ഞു ഞാൻ കുറച്ച് ഫോണ്ടൻ്റൊക്കെ വെച്ച് സെറ്റാക്കിയിട്ടുണ്ട്, എങ്ങനെ ഇഷ്ടമാവും അറിയില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ ഇത്ര എക്സ്പെക്ട് ചെയ്തില്ല. ഞാനൊരു മോഡൽ പോലും അയച്ചു കൊടുക്കാതെ ആൻറ്റി ഇത്രക്കും അടിപൊളിയാക്കി തന്നു. അതും ഇതിൻ്റെ വെറൈറ്റി എന്താണെന്ന് വെച്ചാൽ ഈ ഒരു കേക്കിന് ജസ്റ്റ് 600 സംതിങ് ആയിട്ടുള്ളൂ, 600 ആയിട്ടുള്ളൂ. ഭയങ്കര അഫോർഡബിൾ ആയിട്ട് നല്ല ടേസ്റ്റി കേക്കാണിത്. എനിക്ക് ഇത്രയ്ക്ക് പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിൽ വിചാരിക്കണം എത്രത്തോളം ടേസ്റ്റ് ഉണ്ടാവും. എനിക്ക് അത്രയ്ക്കും ഫേവറേറ്റ് ആണ്. वो सुरमे की तरह मेरी आँखों में ही रहती है। ओ सजनी रे, सजनी रे, ओ सजनी रे, ओ सजनी रे. സോ ഗൈസ്, അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ ബാബിയുടെ 9th month സെറമണി വ്ളോഗ്. ഞാനിതെല്ലാം വ്ളോഗാക്കി വെക്കണം എന്താണെന്ന് വെച്ചാൽ കുറച്ചാളെ ഇതൊക്കെ എടുത്ത് നോക്കി കാണുമ്പോൾ നമുക്കൊരു ഫീൽ കിട്ടും. ഇപ്പോഴും എനിക്ക് ആ വളകാപ്പിൻ്റെ വ്ളോഗ് എടുത്ത് നോക്കുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണ്. വാവ ഉണ്ടായി കഴിഞ്ഞിട്ടാണെങ്കിലും വാവ വലുതായി കഴിയുമ്പോൾ ഈ വീഡിയോ കാണിച്ചു കൊടുക്കുമ്പോൾ അവർക്കും ഇതൊക്കെ ഒരു സന്തോഷമല്ലേ. പിന്നെ ഗൈസ്, ബാബിക്ക് വാവ ഉണ്ടാവാൻ ഇനി ഒരു 3-4 ഡേയ്സും കൂടി ബാക്കിയുള്ളൂ. എല്ലാവരും ബാബിക്ക് വേണ്ടി ദുആ ചെയ്യണം. ഞാൻ എല്ലാ അപ്ഡേറ്റ്സും അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ വ്ളോഗ് ഇത്രേ ഉള്ളൂ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് വ്ളോഗിനെ പറ്റുന്നതിലൊക്കെ പറയാനുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ബൈ ബൈ.